എന്താ ഒരു എക്സൈറ്റ്മെന്റ്. കാണാം അല്ലെ, ഒന്നാം തീയതി കാണാം. അതെങ്ങനെ ഇപ്പൊ പറയാൻ പോയി, ഇപ്പൊ ആൾക്കാർ വിചാരിക്കൂലേ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ? പറഞ്ഞതാ. ഞാൻ പോടും. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, സിനിമ ആൾക്കാർ വരണ്ടേ, ഇങ്ങനെ അതത് കൊടുത്തല്ലേ നിർത്താൻ പറ്റുള്ളൂ. എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, അപ്പൊ ഞാൻ നമുക്കിന്റെ അടുത്ത് ചോദിക്കാൻ പോവാണ്. അവരോട് ചോദിക്കും. അവരോട് എന്ത് ചോദിക്കാനാ, അവർക്ക് എല്ലാം അറിയുന്ന ഒരു ജനറേഷൻ അല്ലേ നമുക്ക്. ഐ മീൻ ആസ് എൻ ആക്ടർ, ബിക്കോസ് നമ്മളെല്ലാവരും എക്സ്പെരിമെന്റ് ചെയ്ത് കുറേ വർഷങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, ഐ ഫീൽ ദറ്റ് നിങ്ങൾ തന്നെ യു ആർ ഡിസ്കവറിങ് യുവർ സെൽഫ് ഇൻ ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് ഭയങ്കര കറേജിയസ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മേക്കിംഗ് യു ഡു ദാറ്റ്? ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഓഫ് യുവേഴ്സ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അന്ന് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, അധികം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു പടോടെയും കൂടെ വേണം. അപ്പോൾ പല പ്രൊഡ്യൂസർമാരും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ മൃഗയ പോലുള്ള സിനിമകളൊക്കെ ചെയ്തു, കുറേയേറെ ഇങ്ങനെ വന്നതൊക്കെ. പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ ഓഡിയൻസ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ ഡെവലപ്ഡോ എക്സ്പെരിമെന്റ്സ് ഇവോൾവ് ആയിട്ടുണ്ട് അവർ കുറച്ചുകൂടെ സിനിമയെ പറ്റി. അപ്പം നമുക്ക് എന്ത് കൊടുത്താലും വേറെ ഓക്കെ, ഇഫ് ഇറ്റ്സ് ഗുഡ്, ആ ഒരു ധൈര്യമാണ്. പിന്നെ പ്രൊഡക്ഷൻ മിക്കവാറും ഞാൻ തന്നെയായി.